ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 1 വെള്ളിയാഴ്ചയാണ്. പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. പുതിയ പ്രതീക്ഷകളുണ്ട്. കാരണം US മാർക്കറ്റുകൾ ഇന്നലെ പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്ത്. കൂടാതെ ഫെബ്രുവരി മാസം US-ലെ 3 മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. നിഫ്റ്റിയും ഫെബ്രുവരി മാസം നല്ല പോസിറ്റിവിറ്റിയോടുകൂടി തന്നെയാണ് അവസാനിപ്പിച്ചത്. 1.5% നേട്ടമാണ് ഫെബ്രുവരി മാസം ഉണ്ടാക്കിയത്. കൂടാതെ ഇന്നലെ ഇന്ത്യയിൽ നിന്നും GDP ഡാറ്റ പുറത്തു വന്നു. പ്രതീക്ഷകളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഡാറ്റ തന്നെയാണ് പുറത്തു വന്നത്. ആ ഒരു പോസിറ്റിവിറ്റി ഇന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും പ്രതീക്ഷിക്കാം. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യം ഇന്ത്യയുടെ Q3 GDP-യിലേക്കാണ്. എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തുകൊണ്ട് Q3 GDP 8.4% എന്ന വളർച്ച രേഖപ്പെടുത്തി. ഡിസംബർ പാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 8.4% വളർച്ച കൈവരിച്ചു. ഫെബ്രുവരി 29-ന് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ എല്ലാ എസ്റ്റിമേറ്റുകളെയും ബീറ്റ് ചെയ്യുന്നതായിരുന്നു. 2023 ഡിസംബർ 30-ന് അവസാനിച്ച മൂന്നാം പാദത്തിൽ Q3 GDP വളർച്ച 7.6%-ൽ നിന്ന് 6.5%-ലേക്ക് കുറയും എന്നാണ് മണി കൺട്രോൾ റോയിറ്റേഴ്സും GDP കുറയും എന്നാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ അതിനൊക്കെ വിപരീതമായിട്ടാണ് ഇപ്പോൾ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന ഇന്ത്യയുടെ പദവി കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ ഒരു ഡാറ്റ. മറ്റൊരു വാർത്തയുള്ളത് പതിക്കുന്നതിനുള്ള PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പേരിൽ ഒരു മേൽക്കൂര സോളാർ പദ്ധതിക്ക് ഫെബ്രുവരി 29-ന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയാണ് ഈ പദ്ധതി വഴി ലഭിക്കുക. എന്തായാലും സോളാറുമായി ബന്ധപ്പെട്ട നിരവധി കമ്പനികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് ടാറ്റ പവർ, അദാനി ഗ്രീൻ, ബൊറോസിൽ റിന്യൂവബിൾസ് എന്നീ കമ്പനികൾക്ക് ഈ വാർത്ത വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അടുത്തത് ഇന്ത്യയുടെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെന്റിനെ സംബന്ധിച്ച ഒരു വാർത്തയാണ്. ഇന്ത്യയുടെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകളുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു. ഇനി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെഗ്മെന്റിലെ AUM എന്നത്, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്നത്, ഈ ഫണ്ടുകളിൽ പ്രത്യേകമായി ചെറുകിടം ഇടത്തരം കമ്പനികളിൽ നടത്തുന്ന എല്ലാ നിക്ഷേപങ്ങളുടെയും മൊത്തം വിപണി മൂല്യത്തെ സൂചിപ്പിക്കുന്നു. ഇനി 2024 ജനുവരിയിൽ അവസാനിച്ച 10 മാസ കാലയളവിൽ സ്മോൾ ക്യാപ്പ് 86.5%-വും മിഡ് ക്യാപ്പ് 58.5%-ന്റെയും ഗണ്യമായ വളർച്ചയാണ് കൈവരിച്ചത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 100, നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചികകൾ കഴിഞ്ഞ വർഷം നിഫ്റ്റി 50 സൂചികയേക്കാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇത് ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചെറുകിട കമ്പനികളുടെ ശക്തമായ പ്രകടനത്തെ പ്രതിഫലിപ്പിക്കുന്നു. പക്ഷേ ലാർജ് ക്യാപ് കമ്പനികളുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ റിസ്ക്കും ഈ കമ്പനികൾക്കുണ്ട് എന്നും ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ആദ്യത്തെ ഗൾഫിൽ വെച്ച് നടക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ മീറ്റപ്പ് മാർച്ച് 7, 8, 9 തീയതികളിൽ ബഹ്റൈനിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിഫ്റ്റിയിലേക്ക് 21,982.14% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. രാവിലെ 10:30 21,860 എന്ന ലോ നിഫ്റ്റി ടച്ച് ചെയ്തിരുന്നു. 21 ഡേ EMA ഉള്ള റേഞ്ചിന് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ടേമിലേക്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കാം. കാരണം റൈസിംഗ് ചാനൽ പാറ്റേണിന്റെ ഉള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും ഉള്ളത്. ഇനി ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ വ്യത്യസ്ത സിഗ്നലുകൾ കാണിക്കുന്നത് ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,860 മുതൽ 21,800 വരെയുള്ള സോണാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 22,230 മുതൽ 22,250 വരെയുള്ള സോൺ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 9 ട്രേഡിംഗ് ദിവസങ്ങളിലായിട്ട് നിഫ്റ്റി ഉള്ളത് 21,800 മുതൽ 22,300 വരെയുള്ള റേഞ്ചിലാണ്. ഈ റേഞ്ചിൽ നിന്ന് അപ്സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കോ ഒരു ബ്രേക്ക് ഔട്ട് നൽകുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ നിഫ്റ്റിയുടെ നമുക്ക് ലഭിക്കും. അടുത്തത് ഡെയിലി ക്യാൻഡിൽ. അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ഹൈ വേവ് ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം കോൾ സൈഡിൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,200 സ്ട്രൈക്കിലും അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 21,000-ലാണ്. അതിനുശേഷം 22,000 സ്ട്രൈക്കിലും അതിനുശേഷം 21,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,800-ഉമാണ്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 21,950 സ്ട്രൈക്കിൽ 291% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 188% വർധനവ് കാണാം. അവിടെ ഒരു ഷോർട്ട് ബിൽഡപ്പാണുള്ളത്. 21,900 സ്ട്രൈക്കിൽ 80% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 16% വർധനവ്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,000 സ്ട്രൈക്കിൽ
81% വർധനവ് പുട്ട് സൈഡിലും, അതായത് ഒരു ലോങ് ബിൽഡപ്പും കോൾ സൈഡിൽ 73% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പുമാണ് കാണുന്നത്. ഈ രണ്ട് സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡാണ് കുറച്ചുകൂടി കൂടുതൽ സ്ട്രോങ് എന്ന് നമുക്ക് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,000 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. 46,120-ൽ 157 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിൽ ഒരു ക്രൂഷ്യൽ ലെവലാവാൻ സാധ്യതയുള്ളത് 46,500 സപ്പോർട്ടിന് സാധ്യതയുള്ളത് 47,000. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 48,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, അതിനുശേഷം 47,000-ലും അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, അതിനുശേഷം 45,000-ലും അതിനുശേഷം 44,500 സ്ട്രൈക്കിലും. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 46,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് അങ്ങനെ 3 ദിവസത്തെ പോസിറ്റിവിറ്റിക്ക് ശേഷം ഇന്നലെ ഇന്ത്യ വിക്സ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. 15.57 എന്ന നിലയിൽ 4.64% ഇടിഞ്ഞായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ICICI ബാങ്ക്. ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസിൻ്റെ 25,14,365 ഇക്വിറ്റി ഓഹരികൾ 431 കോടി രൂപയ്ക്ക് ICICI ബാങ്ക് വാങ്ങി. മറ്റൊരു കമ്പനി ചാലറ്റ് ഹോട്ടൽസ് ആണ്. ആയുഷി ആൻഡ് പൂനം എസ്റ്റേറ്റിനെ 315 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കാൻ ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. അടുത്തത് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക്. എസ് രവീന്ദ്രനെ പാർട്ട് ടൈം ചെയർമാനായി നിയമിക്കുന്നതിന് RBI അംഗീകാരം നൽകി. മറ്റൊരു കമ്പനി HCL ടെക്നോളജീസ് ആണ്. ഡിജിറ്റൽ ജോലി സ്ഥലത്തെ അനുഭവം പുനർനിർവചിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ പരിഹാരമായ ഫ്ലെക്സ് സ്പേസ് 5G കമ്പനി അവതരിപ്പിച്ചു. മറ്റൊരു കമ്പനി റാലീസ് ഇന്ത്യയാണ്. ജ്ഞാനേന്ദ്ര ശുക്ലയെ MDയും CEOയുമായി കമ്പനി നിയമിച്ചു എന്നൊരു വാർത്ത. മറ്റൊരു വാർത്ത പതഞ്ജലി ഫുഡ്സിനെ സംബന്ധിച്ചാണ്. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നതിനായി മാർച്ച് 13-ന് ബോർഡ് യോഗം ചേരും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെയില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, മാർക്കറ്റുള്ള ദിവസങ്ങളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് എല്ലാ ദിവസവും രാവിലെ 7:30-ന് ഉണ്ടായിരിക്കും. അതിനുശേഷം രാവിലെ 10 മണി മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ വ്യൂസ് നിങ്ങൾക്ക് എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി 2 സ്വിംഗ് സ്റ്റോക്കുകൾ ഇവിടെ പറയുകയാണ്. ആദ്യം ICICI ബാങ്ക്. 1055 ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ടാർഗറ്റായി നമ്മൾ ഫിക്സ് ചെയ്യുന്നത് 1100 മന്ത്ലി സ്വിംഗ് ആണ് ICICI ബാങ്കിൽ നമ്മൾ പറയുന്നത്. മാത്രമല്ല സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 1038 മറ്റൊരു സ്റ്റോക്ക് NTPC ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 335 ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 350, സെക്കൻഡ് ടാർഗറ്റ് 400. ഇനി ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നത് ഒരു 2 മാസം കൊണ്ടാണ്. ഇവിടെ നമ്മൾ പറയുന്ന സ്റ്റോക്കുകളെല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം നമ്മുടെ F&O സെഗ്മെന്റിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആയിരുന്നു. ഫെബ്രുവരി 28-നാണ് എൻട്രി എടുത്തത്. 100 എന്ന റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്തു. 124.75 വരെ സ്റ്റോക്ക് അപ്പായി. 24.7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. സോന പ്രിസിഷൻ ഫോർജിങ്സ് ലിമിറ്റഡ്. ഫെബ്രുവരി 27-നാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. 685.40 എന്ന നിലയിൽ എൻട്രി എടുത്തു. 718.8 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 4.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് ത്രിവേണി ടർബൈൻ ആയിരുന്നു. ഫെബ്രുവരി 28-ന് സ്റ്റോക്കിൽ 482 എന്ന നിലയിൽ എൻട്രി എടുത്തു. 503 വരെ സ്റ്റോക്ക് അപ്പായി. 4.30% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് APL അപ്പോളോ ട്യൂബ്സ് ആയിരുന്നു. ഫെബ്രുവരി 27-ന് എൻട്രി എടുത്തു. 1486 എന്ന നിലയിൽ എൻട്രി എടുത്ത് 1550 വരെ സ്റ്റോക്ക് അപ്പായി. 2.5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഒരുപാട് സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 3568 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIS ആവട്ടെ 230 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഇത്രയും വലിയൊരു ബൈയിങ് FISന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതല്ല.
അടുത്തത് US മാർക്കറ്റിലേക്ക്. ഇന്നലെ US-ലെ 3 മാർക്കറ്റുകളും ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.12% ഉയർന്നപ്പോൾ നാസ്ഡാക്ക് 0.90% ഉയർന്നു. S&P 500 0.52% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നമ്മൾ മാർച്ച് മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഫെബ്രുവരി മാസത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോക്കുകളിലുണ്ടായ കുതിച്ചുചാട്ടം US മാർക്കറ്റുകളിൽ വലിയ നേട്ടത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. നാസ്ഡാക്ക് 6.1% ഉയർന്നായിരുന്നു ഫെബ്രുവരി മാസം അവസാനിപ്പിച്ചത്. S&P 500 5.2% ഉയർന്നു. ഡൗ ജോൺസ് 2.2% ഉയർന്നുമാണ് ഫെബ്രുവരി മാസം ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ US-ൽ നിന്നും പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വന്നു. ജനുവരിയിലെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് 0.4% തന്നെയാണ് ഡാറ്റ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ വലിയ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കിയില്ല. ഇനി ബിറ്റ്കോയിനിലേക്കാണ് വരാനുള്ളത്. ബിറ്റ്കോയിൻ $62,000 ബിറ്റ്കോയിൻ വ്യാഴാഴ്ച 3 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിമാസ നേട്ടത്തിലാണുള്ളത്. US സ്പോട്ട് ബിറ്റ്കോയിനിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുടെ അംഗീകാരം നേടിയതോടെയാണ് ബിറ്റ്കോയിനിൽ വലിയ റാലി ആരംഭിച്ചത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ടെക്സൈഡിൽ ഇൻഫോസിസ് 0.08% ഉയർന്നു. വിപ്രോ 0.57% ഉയർന്നു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 1.11% ഉയർന്നത്. HDFC ബാങ്ക് 0.65% ഉയർന്നു. ആക്സിസ് ബാങ്ക് 0.11% നേട്ടത്തിലും ഇന്നലെ ക്ലോസ് ചെയ്തു. മേക്ക് മൈ ട്രിപ്പ് 4.70% ഉയർന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡൗ ജോൺസ് 0.08% ഇടിവിലും, S&P 500 0.11% ഇടിവിലും, നാസ്ഡാക്ക് 0.08% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ. ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ FTSE UK മാർക്കറ്റ് 0.07% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC മാത്രമാണ് അവിടെ ഇടിവുണ്ടാക്കിയത്. 0.34% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.44% ഉയർന്നു. സ്റ്റോക്ക് 600 0.1% നേട്ടവും ഉണ്ടാക്കി. ജർമ്മനിയിൽ നിന്നും ഇന്നലെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ഒരു റിസൾട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നേട്ടത്തിലായിരുന്നു ഇന്നലെ ജർമ്മൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റിൽ കൺസ്ട്രക്ഷൻ സ്റ്റോക്കുകൾ 1.2% ഉയർന്നു. ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ 0.7% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡാക്സ് 0.06% നേട്ടത്തിലും, CAC 0.11% ഉയർന്നു. FTSE 0.07% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. ഇന്നലെ മിക്ക ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയായിരുന്നു. ചൈനയിൽ നിന്നും മാനുഫാക്ചറിംഗ് ഡാറ്റ പുറത്തു വരാനുണ്ട്. ഇന്ത്യയിൽ നിന്നും മറ്റൊരു വാർത്ത കൂടിയുള്ളത് വിൻഫോൾ ടാക്സുമായി ബന്ധപ്പെട്ടതാണ്. വ്യാഴാഴ്ച പുറത്തിറക്കിയ സർക്കാർ ഉത്തരവനുസരിച്ച് മാർച്ച് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ പെട്രോളിയം ക്രൂഡിൻ്റെ വിൻഫോൾ ടാക്സ് മെട്രിക്സ് ടണ്ണിന് 3,300 രൂപയിൽ നിന്ന് 4,600 രൂപയായി വർദ്ധിപ്പിച്ചു. മാർച്ച് 1 പ്രാബല്യത്തിൽ വരുന്ന ഡീസലിൻ്റെ വിൻഫോൾ ടാക്സ് ലിറ്ററിന് 1.50 രൂപയിൽ നിന്ന് 0 കുറച്ചു. പെട്രോൾ ഏവിയേഷൻ ഇന്ധനങ്ങളുടെ നികുതിയും 0 തന്നെ തുടരും. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,197 എന്ന നിലയിലാണ്. സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ റേറ്റിൽ മാറ്റമുണ്ട്. ഇപ്പോൾ ഉള്ള റേറ്റ് 22,197 ആണ്. ഒരു 37 പോയിന്റ്സിന്റെ അപ്സൈഡിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു പോസിറ്റീവ് ഓപ്പണിങ്ങിന് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലും സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 1.57% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.09% നേട്ടത്തിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.14% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. OPEC ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കുമെന്ന പ്രതീക്ഷയുള്ളതിനാൽ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് തുടർച്ചയായ 2ാമത്തെ മാസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് $82.24 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.32% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $78.52 പെർ ബാരൽ എന്ന നിലയിൽ 0.33% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത എല്ലാ വാർത്തകളും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ഇത് ആരും തന്നെ റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.